33-23 എന്ന് പറഞ്ഞാൽ ഒരു നല്ല മത്സരത്തിന്റെ സൂചന അതിനകത്തുണ്ട്. അപ്പോഴും നമുക്ക് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ നിന്നുള്ള ആദ്യത്തെ കൗണ്ട് കിട്ടിയിട്ടില്ല. ഇത് പോസ്റ്റൽ ബാലറ്റുകളിൽ നിന്നുള്ള ഫലസൂചനയാണ്. പോസ്റ്റൽ ബാലറ്റുകളിൽ നിന്നുള്ള ഫലസൂചനകൾ ഒരു ശക്തമായ മത്സരം ഡൽഹിയിൽ ഉണ്ട് എന്നതിന്റെ സൂചന നൽകുന്നു. 33-23-2 എന്നുള്ളതാണ് നില. 33 BJPയും 23 ആം ആദ്മി പാർട്ടിയും, 2 കോൺഗ്രസും ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. കപിൽ മിശ്ര BJP നേതാവ് കപിൽ മിശ്ര ലീഡ് ചെയ്യുന്നു. കരാവൽ നഗറിൽ കപിൽ മിശ്ര ലീഡ് ചെയ്യുന്നു. ഇപ്പോൾ ഓരോ സ്ഥലത്തെയും ലീഡിന്റെ വിവരങ്ങൾ പങ്കുവയ്ക്കപ്പെടുന്നു. ഇലക്ഷൻ കമ്മീഷന്റെ ഔദ്യോഗിക സൈറ്റിൽ ആദ്യത്തെ ഡിജിറ്റ് അത് BJPക്ക് അനുകൂലമായുമാണ് വന്നിരിക്കുന്നത്. ഔദ്യോഗികമായി EVM മെഷീനിലെ വോട്ട് എണ്ണി തുടങ്ങിയിരിക്കുകയാണ്. അതിന്റെ ആദ്യ റൗണ്ട് പൂർത്തീകരിക്കുമ്പോൾ നമുക്ക് കാര്യങ്ങളിൽ അല്പം കൂടി വ്യക്തതയുണ്ടാകും. BJP മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷനിൽ വരുന്ന അപ്ഡേറ്റ്. വിശ്വാസ് നഗറിൽ BJP മുന്നിട്ട് നിൽക്കുന്നു എന്ന സൂചന കൂടി ലഭ്യമാവുകയാണ് ഇലക്ഷൻ കമ്മീഷൻ ഔദ്യോഗികമായി അപ്ഡേറ്റ് ചെയ്യുമ്പോൾ. ഇപ്പോൾ ഗോപാൽ റായ് മുന്നിലാണ്. ഗോപാൽ റായ് കഴിഞ്ഞ തവണ 84,000 വോട്ടുകൾ സമാഹരിച്ചതാണ്. ഏതാണ്ട് 33,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഗോപാൽ റായ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. അവിടെ ഇപ്പോഴും ഗോപാൽ റായ് മുന്നിട്ട് നിൽക്കുന്നു എന്ന ആത്മവിശ്വാസം, വലിയ ആഹ്ലാദം ഉണ്ടാവുകയാണ് ആം ആദ്മി പാർട്ടിക്ക്. പ്രധാനപ്പെട്ട നേതാക്കൾ പിന്നിട്ട് നിൽക്കുമ്പോഴും ഓഖ്ലയിൽ BJP ലീഡ് ചെയ്യുന്നു. അർബീൻ ഖാൻ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും അവിടെ പിന്നിലാണ്. കൽക്കാജിയിൽ നേരത്തെയുള്ള നില തന്നെ തുടരുകയാണ്. ആം ആദ്മി പാർട്ടി ലീഡ് ചെയ്യുന്നു. പുതിയ ഫലങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെടുകയാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ 2 സൂചനകൾ നൽകുമ്പോൾ 2 BJP ലീഡ് ചെയ്യുന്നു എന്നാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലേക്ക് കടക്കുമ്പോഴുള്ള ചിത്രം. അതേസമയം ബൂത്തുകളിൽ നിന്ന് ലഭിക്കുന്നതും അവിടുത്തെ ഏജൻസികൾ നമുക്ക് നൽകുന്നതുമായ വിവരമാണ് സ്ക്രീനിൽ കാണുന്നത്. 33-23-2 കൂടുതൽ ക്ലോസ് ആയി വരികയാണ് വോട്ടെണ്ണൽ. അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് EVM മെഷീനിലേക്ക് എത്തുമ്പോൾ 33-23-2 33 BJP, 22 ആം ആദ്മി പാർട്ടി, 2 കോൺഗ്രസ് എന്ന ഒരു പിക്ചറാണ് വരുന്നത്. കൃത്യമായൊരു ഫലസൂചനയിലേക്കോ ട്രെൻഡിലേക്കോ ഒന്നും കാര്യങ്ങൾ എത്തിയിട്ടേ ഇല്ല. ആദ്യ 3/4 മണിക്കൂറിലേക്ക് എത്തുമ്പോഴുള്ള സൂചനകൾ മാത്രമാണ് ഇത്, വെറും സൂചനകൾ മാത്രമാണ്. ഹരിയാനയുടെ അനുഭവം നേരത്തെ പറഞ്ഞു. ഹരിയാനയിൽ എണ്ണി വന്നപ്പോൾ അവിടെ അതിനു മുമ്പുള്ള സർവേ ഫലങ്ങളെയൊക്കെ ശരിവയ്ക്കുന്ന തരത്തിൽ കോൺഗ്രസ് വരുന്നു എന്ന ട്രെൻഡാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ, പക്ഷെ അങ്ങനെ ആയിരുന്നില്ല ചിത്രം. ഇപ്പോൾ P. ബസന്ത് ഇപ്പോൾ ഡൽഹിയിൽ നിന്നുണ്ട്. ബസന്ത്, ആദ്യത്തെ ട്രെൻഡിൽ, ഏറ്റവും ആദ്യത്തെ ട്രെൻഡുകളിൽ BJPക്ക് അപ്പർ ഹാൻഡ് ഉണ്ടെങ്കിലും ഒരു ഇഞ്ചോടിഞ്ചിന്റെ പ്രതീതി കൂടി ഉണ്ട്. പ്രതീക്ഷിച്ചത്ര എളുപ്പമാകില്ല BJPക്ക് എന്നുള്ളതാണോ? ഈ പറയുന്ന പോലെ ഒരു ആദ്യത്തേത് ഇപ്പോൾ തപാൽ വോട്ടുകളായത് കൊണ്ട് തന്നെ ഈ പറയുന്ന വലിയൊരു അപ്പർ ഹാൻഡ് BJPക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നില്ല. അതേസമയം ആം ആദ്മി പാർട്ടിയുടെ വോട്ടുകളിലേക്ക് കോൺഗ്രസ് കടന്നു കയറി എന്നുള്ളൊരു സൂചനയാണ് ആദ്യ റൗണ്ടുകളിൽ തരുന്നത്. ഇപ്പോൾ ബാലറ്റ് പെട്ടികളിൽ നിന്നുള്ള EVMകളിൽ നിന്നുള്ള വോട്ടെണ്ണൽ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ആ നിലയ്ക്ക് അല്പസമയത്തിനകം തന്നെ കൃത്യമായ റിസൾട്ടുകൾ വന്നു തുടങ്ങും. പക്ഷേ 25 സീറ്റിലേക്ക് വരെ ആം ആദ്മി പാർട്ടി വന്നു എന്നുള്ളത് അവരുടെ ബേസ്, വോട്ടർ ബേസ് അവർ പിടിച്ചു നിർത്തുന്നു എന്നുള്ളതാണ്. സർക്കാർ ജീവനക്കാരുടെ ഇടയിൽ തന്നെ ഉള്ള അവരുടെ ബേസുകളിൽ അവർ സുരക്ഷിതമായി നിൽക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഏറ്റവും വലിയ ഒരു തിരിച്ചടി എന്ന് പറയുന്ന അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ പിന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. മനീഷ് സിസോദിയയും അതീഷിയും അതോടെ അരവിന്ദ് കെജ്രിവാളും പിന്നാക്കം നിൽക്കുന്നു എന്നുള്ളത് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ശുഭകരമായ ഒരു വാർത്തയല്ല എന്നുള്ളത് തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരുന്നു. സർവീസ് വോട്ടുകളാണെങ്കിൽ പോലും ഈ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് ആ പിന്തുണ, ആ ക്ലാസ്സിനിടയിൽ പിന്തുണ കുറഞ്ഞു പോകുന്നു എന്നൊരു നേരിയ സൂചന കൂടിയാണോ അത്? അല്ല, തീർച്ചയായും. എന്ന് വെച്ചാൽ ന്യൂഡൽഹി മണ്ഡലം എന്ന് പറയുന്നത് സർക്കാർ ജീവനക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. ഏറ്റവും കൂടുതൽ സർക്കാർ ജീവനക്കാരുടെ അവരുടെ ഫ്ലാറ്റുകളും അല്ലെങ്കിൽ സർക്കാർ ക്വാർട്ടേഴ്സുകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ന്യൂഡൽഹി മണ്ഡലം. അവിടെയാണ് മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാൾ പിന്നാക്കം നിൽക്കുന്നത് എന്നുള്ളത് ശുഭകരമായ ഒരു ലക്ഷണമല്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതേസമയം അതീഷിയുടെ സാഹചര്യവും അത് തന്നെയാണ്. കൽക്കാജി പോലൊരു അപ്പർ ക്ലാസ്, ഒരു മിഡിൽ ക്ലാസ്സും അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്കുള്ള ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലത്ത് അതീഷി പിന്നോട്ട് പോകുന്നു എന്നുള്ളത്, രമേശ് പുതിയുടെ പോലെയുള്ള ഒരാൾ മുന്നോട്ട് നിൽക്കുന്നു എന്നുള്ളതും ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് നല്ല ഒരു വാർത്തയല്ല എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരുന്നു. ഏതായാലും ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചിട്ട് ശക്തമായൊരു പോരാട്ടം തന്നെ ആം ആദ്മി പാർട്ടി കാഴ്ചവെച്ചിട്ടുണ്ട് BJPയുടെ മുന്നിൽ. BJP പ്രതീക്ഷിക്കുന്ന പോലെ വലിയൊരു സ്വീപ്പ് അല്ലെങ്കിൽ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം അവർക്കുണ്ടാകുമോ എന്നുള്ളത് ഇനി വോട്ടർ EVM തുറന്നാൽ മാത്രമേ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ എന്നാണ് ഇതിൽ നിന്ന് വിലയിരുത്താൻ കഴിയുക.